ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെ എടുത്തു കഴിഞ്ഞാൽ നന്നായി തല്ല് കിട്ടുന്നൊരു നേതാവാണ് എബിൻ വർക്കി. അദ്ദേഹത്തിന് ഒരുപാട് തല്ല് കിട്ടിയിട്ടുണ്ട്. സാധാരണ രാഹുൽ മാങ്കുട്ടൻ്റെ വാചകം കൊണ്ട് രക്ഷപ്പെട്ടു പോകും, തല്ലൊന്നും മേടിക്കത്തില്ല. അവനെ പോലീസുകാർക്ക് ഒരു മമതയെ കൊണ്ടത് ഈ ചാനലിലൊക്കെ വരുന്നുണ്ട്. എബിൻ വർക്കിയും ചാനലിൽ വരും. എബിൻ വർക്കിയാണ് ഗ്രൂപ്പിൻ്റെ നേതാവായി നിൽക്കുന്നത്. വളരെ നല്ല നേതാവാണ് എബിൻ വർക്കി. അപ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചപ്പോൾ വൈസ് പ്രസിഡൻ്റായുള്ള എബിൻ വർക്കിയെ വയ്ക്കണം എന്നൊരു നിർദ്ദേശം എല്ലാ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊരു പ്രശ്നം, എബിൻ വർക്കിയുടെ എതിരാളികൾ, അതായത് രാഹുൽ മാങ്കുട്ടത്തിന് എബിൻ വർക്കി എ ഗ്രൂപ്പല്ല, ഐ ഗ്രൂപ്പാണ്. ഇപ്പോൾ ഐയും എ ഒന്നുമില്ല, ഐ എ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് എന്നാലും ഞാൻ പറയുകയാണ്, രാഹുൽ മാങ്കുട്ടത്തിൽ എ ഗ്രൂപ്പിൻ്റെ ആളായിട്ടാണ് നിന്ന്. പിന്നെ വി ഡി സതീശൻ്റെ കൂടെയൊക്കെ മറിഞ്ഞ് ഷാഫി പറമ്പിൽ അത് വേറെ അച്യുതണ്ടായി മാറി. അപ്പോൾ എ ഇല്ലല്ലോ, പഴയത് എ ഇല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എബിൻ വർക്കിയെ ഇതാക്കാതിരിക്കാൻ, വൈസ് പ്രസിഡൻ്റ് ആക്കാതിരിക്കാൻ അയാളെ കട്ടപ്പയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ചാനലിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ട്രോള് കംപ്ലീറ്റ് കട്ടപ്പയുടെ പടമൊക്കെ ഇട്ടിട്ട് എബിൻ വർക്കിയുടെ, ഇത് കോൺഗ്രസ് വാളുകളിൽ നിന്ന് വരുന്നതാണ്, എബിൻ വർക്കിയുടെ പടവ് ഇട്ട് കട്ടപ്പയുടെ പടവ് ഇടും. എന്നിട്ട് കട്ടപ്പ എന്ന് പറഞ്ഞാൽ എബിൻ വർക്കിയാണ് പ്രസിഡൻ്റ് ആകാൻ വേണ്ടി രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഈ പോസ്റ്റുകളും മറ്റു കാര്യങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യുകയും എടുത്ത് വെളിയിൽ കൊടുക്കുകയും ലീക്ക് ചെയ്യുകയും സ്ത്രീകളെ ഉന്തിത്തള്ളി വിടുകയും മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് എബിൻ വർക്കിയാണ് എന്നുള്ളൊരു ഡേർട്ടി പൊളിറ്റിക്സിൻ്റെ ഗെയിം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പോൾ എബിൻ വർക്കി ആക്കിയില്ലെങ്കിൽ അദ്ദേഹവും 40 യൂത്ത് കോൺഗ്രസ് നേതാക്കളും രാജിവയ്ക്കും എന്ന് പറഞ്ഞിട്ട് അവർ AICCക്കും പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നാഷണൽ കമ്മിറ്റിക്കും ദേശീയ യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റിക്കും അവർ പരാതി കൊടുത്തിട്ടുണ്ട്. 40 പേരും മറ്റേ എന്താ പഴയൊരു സിനിമയുണ്ടല്ലോ, നമ്മൾ ജയറാമിൻ്റെ മകൻ്റെ ഒരു സിനിമയുള്ളതെന്ന് പറയുന്നത്, 40 പേരും കൂടെ ചേർന്ന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ദീപാദാസ് മുൻഷിക്കും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ രാജിവയ്ക്കും, എബിൻ വർക്കിയെ പ്രസിഡൻ്റ് ആക്കിയില്ലേ. പക്ഷേ എബിൻ വർക്കിയെ പ്രസിഡൻ്റ് ആക്കാനുള്ള തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം എ ഗ്രൂപ്പുകാരനല്ല. പിന്നെ വേറെ ഒരു തടസ്സമുണ്ട്. ജാതി സമവാക്യവും സമുദായ സമവാക്യവും നോക്കുമ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. പിന്നെ അങ്ങനെയൊരു പ്രശ്നമുണ്ട്. ഹിന്ദു അല്ലല്ലോ. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പിന്നെ രാഹുൽ മാങ്കുട്ടത്തിനെ മാറ്റി ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ ആൾ വയ്ക്കുമ്പോൾ ഹിന്ദുക്കൾ പിണങ്ങുമോ? ഇതൊരു സമവാക്യമൊക്കെ ഉണ്ട്. നമ്മൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ജാതിയും മതവും സമവാക്യമൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ ആ നിലയിലുള്ള പ്രതിസന്ധികളാണ് ഇന്ന് കോൺഗ്രസിനെ നേരിടുന്നത്. എബിൻ വർക്കി പക്ഷേ നല്ല കാൻഡിഡേറ്റാണ്. റിജി മാക്കുറ്റലിനേക്കാൾ എബിൻ വർക്കി നല്ല കാൻഡിഡേറ്റാണ്. ആ സമയത്ത് തന്നെ വി ഡി സതീശൻ്റെ KC വേണുഗോപാലിൻ്റെ ഒരു കാൻഡിഡേറ്റ് ഒരാൾ കയറി വരുന്നുണ്ട്. KC വേണുഗോപാലിൻ്റെ ഒരു നോമിനിയായിട്ട് മറ്റൊരാൾ കൂടി ഇപ്പോൾ നിൽപ്പുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്തായാലും എബിൻ വർക്കിയെ ആക്കുന്നതാണ് നല്ലത്. നമ്മളോട് ചോദിച്ചിട്ടല്ല ആക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു പൊതു സമീപനം പറയണമല്ലോ. ഒരു നേതാവ് വീണു പോകുമ്പോൾ അതേ ആംഗിളിൽ അതേ ആംബിയൻസോട് കൂടി സംഘടനയെ കൊണ്ടുപോകാൻ പറ്റുന്ന നേതാക്കൾ തന്നെ വരണമല്ലോ. അപ്പോൾ എബിൻ വർക്കിയാണ് ഏറ്റവും നല്ല കാൻഡിഡേറ്റ്. ഇത് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും എബിൻ വർക്കി ആക്കിയില്ലെങ്കിൽ എബിൻ വർക്കി രാജിവെക്കും. 40 പേരും രാജിവെക്കും. ഇനി BJPക്ക് ഗോളടിച്ച് നിൽക്കുകയാണോ എന്നറിയില്ല. കാര്യം അവർ രാജിവെച്ചാൽ പിന്നെ പോകുന്ന സ്ഥലം BJP ആണല്ലോ. അപ്പോൾ ഇനി അവിടെ അനൂപ് ആൻ്റണിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഷോൺ ജോർജ്, അനൂപ് ആൻ്റണി, ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു എബിൻ വർക്കി കൂടി BJP ആകുമോ എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആകുമോ, BJPയുടെ യുവമോർച്ചയിലേക്ക് പോകുമോ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും രാഷ്ട്രീയ രംഗം വളരെ കലുഷിതമായ രീതിയിൽ സംഘർഷപൂരിതമാകുന്നതിന് ഒരു നേതാവിൻ്റെ, ഒരു ചെറുപ്പക്കാരനായ യുവ MLAയുടെ പ്രവൃത്തികൾ കൊണ്ട് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം എല്ലാവിധ അതിരുകളും സീമകളും ലംഘിച്ചുകൊണ്ട് അശ്ലീലത്തിൻ്റെയും പെണ്ണുപിടിയുടെയും മദ്യത്തിൻ്റെയും കാശിൻ്റെയും അഴിമതിയുടെയൊക്കെ കൂത്തരങ്ങ് മേഖലയായി മാറുമ്പോൾ തീർച്ചയായിട്ടും ഇനി അടുത്ത് എബിൻ വർക്കി എന്താണ് ഇത് കൊണ്ടുവരുന്നത് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം കട്ടപ്പ ഒന്നുമല്ല. അദ്ദേഹത്തെ ആക്കുക, എന്നിട്ട് അതിൻ്റെ രാഹുൽ മാങ്കുട്ടത്തിൽ രാജിവെക്കുക. അതിനുശേഷം എന്താണ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കി തെറ്റുകൾ തിരുത്തി രാഹുൽ മാങ്കുട്ടത്തിൽ വരട്ടെ. അപ്പോൾ വേണമെങ്കിൽ തിരിച്ചെടുക്കാമല്ലോ. തീർച്ചയായിട്ടും എബിൻ വർക്കി ഇപ്പോൾ നയിക്കട്ടെ.